ബഹുമാന്യരായ വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ലിയോ 13 മാർപ്പാപ്പയുടെ ആഹ്വാനത്തിന് ഭാരതസഭ നൽകിയ പ്രത്യുത്തരമായിരുന്നു മിഷൻ ലീഗ് എന്ന സംഘടന. ആയിരക്കണക്കിന് വിശുദ്ധരായ വൈദികർക്കും 10,000-കണക്കിന് സിസ്റ്റേഴ്സിനും എണ്ണമറ്റ അൽമായ പ്രേക്ഷിതർക്കും മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്ന ഈ ഭക്ത സംഘടന ഇന്ന് പ്ലാറ്റിനം ജൂബിലിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ സംഘടന വഴി ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നമുക്ക് സർവശക്തന് നന്ദി പറയാം. ചങ്ങനാശ്ശേരി പിതാവായിരുന്ന മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിന്റെ അനുഗ്രഹ ആശീസ്സുകളോടെ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന PC എബ്രാഹിം പല്ലാട്ടുകുന്നേലും ഫാദർ ജോസഫ് മാലിപ്പറമ്പിലുമാണ് മിഷൻ ലീഗ് എന്ന സംഘടന ആരംഭിച്ചത്. 1947 ഒക്ടോബർ 3 ഭരണങ്ങാനത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ ഭക്ത സംഘടന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയാണ്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മുദ്രാവാക്യത്തെ ജീവിത മന്ത്രമായി സ്വീകരിച്ച് ലോക സുവിശേഷവൽക്കരണത്തിനായി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഓരോ കുട്ടിയെയും ഒരു മിഷണറിയായി വളരുവാൻ ഒരുക്കുകയുമാണ് മിഷൻ ലീഗ് എന്ന സംഘടന ചെയ്യുന്നത്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന ക്രിസ്തുനാഥന്റെ ആഹ്വാനത്തിനുള്ള പ്രത്യുത്തരമാണ് മിഷൻ ലീഗ് സംഘടനയിലെ ഓരോ കുഞ്ഞു മിഷണറിയും. ചെറിയ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി വെച്ച മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുവാനും ചെയ്യുന്ന ചെറിയ പ്രത്യേക പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും മിഷനായി കാഴ്ചവെക്കുവാനും മിഷൻ ലീഗ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സംഘടന വഴി നേതൃനിലയിലേക്ക് വളർന്നവർ നിരവധിയാണ്. ഇതോടൊപ്പം ഈ സംഘടന ഊന്നൽ നൽകുന്ന മറ്റൊന്നാണ് കുട്ടികളുടെ വ്യക്തിത്വ വികസനം. ഈശോയെയും ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കുവാനും അർഹിക്കുന്നവർക്ക് ആവശ്യമായ സഹായം നൽകുവാനും ഈ ഭക്ത സംഘടന കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. മിഷൻ ലീഗ് എന്ന ഈ ഭക്ത സംഘടനയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിരവധി വിശുദ്ധരായ പ്രേക്ഷിതർക്ക് ജന്മം നൽകിയ ഈ ഭക്ത സംഘടന വഴി ഇനിയും ധാരാളം നന്മകൾ ദൈവം ഈ സമൂഹത്തിനും സഭയ്ക്കും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്.